നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നേപ്പാളിൽ ഭൂചലനം. ബുധനാഴ്ച വൈകുന്നേരം 5:56 നേപ്പാളിൽ റിക്ടർ സ്കെയിലിൽ 3.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായി. നാഷണൽ സെന്റർ ഫോർ സീസ്മോളജിയാണ് ഇക്കാര്യം അറിയിച്ചത്. നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി പ്രകാരം 10 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പം ഉണ്ടായത്. അക്ഷാംശം 27.82 നോർത്തും രേഖാംശം 87.02 ഈസ്റ്റിലും ഭൂകമ്പം രേഖപ്പെടുത്തി. മാത്രമല്ല, ഈയിടയ്ക്കാണ് ഇന്തോനേഷ്യയിൽ വടക്കൻ സുമാത്രയിൽ ഭൂചലനം ഉണ്ടായത്. ഞായറാഴ്ച റിക്ടർ സ്കെയിലിൽ 6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായതായി ജർമ്മൻ റിസർച്ച് സെന്റർ ഫോർ ജിയോ സയൻസസ് അറിയിച്ചിരുന്നു. 89 കിലോമീറ്റർ ആഴത്തിലായിരുന്നു ഭൂചലനം ഉണ്ടായത്. കൂടാതെ ഗ്രീസിലും ഈയിടയ്ക്ക് ശക്തമായ ഭൂചലനം ഉണ്ടായി. റിക്ടർ സ്കെയിലിൽ 6.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത്. പുലർച്ചെ 1:50 ഭൂചലനം ഉണ്ടായത്. ഗ്രീസിലെ കാസോസ് ദ്വീപിന്റെ തലസ്ഥാനമായ ഫ്രൈയിൽ നിന്ന് 23 കിലോമീറ്റർ അകലെ കടലിനടിയിൽ ഏകദേശം 74 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. ജെറുസലേം, മധ്യ ഇസ്രായേൽ, തുർക്കി, ഈജിപ്ത്, ലിബിയ എന്നിവ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും ഭൂചലനം ഉണ്ടായി. ഈജിപ്തിലെ നാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോണമി ആൻഡ് ജിയോ ഫിസിക്സിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഭൂചലനത്തിൽ നാശനഷ്ടങ്ങളോ തുടർചലനങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ടിബറ്റിൽ റിക്ടർ സ്കെയിലിൽ 5.7 മാഗ്നിറ്റ്യൂഡ് തീവ്രത വരുന്ന ഭൂചലനം ഈയിടയ്ക്കുണ്ടായി. ഇന്ത്യൻ സമയം പുലർച്ചെ 2:41 ഈ ഭൂചലനം ഉണ്ടായത്. ടിബറ്റിൽ ആകെ വലിയ രീതിയിലുള്ള ചലനമുണ്ടായി. നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ടിബറ്റിനെ വലിയ രീതിയിൽ കുലുക്കുന്ന ഒരു ഭൂചലനമാണ് ഉണ്ടായത്. ഭൂനിരപ്പിൽ നിന്നും 10 കിലോമീറ്റർ താഴെയാണ് പ്രഭവ കേന്ദ്രം. ഇത്തരം ചലനങ്ങൾ വലിയ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ വലിയ ആഘാതം സൃഷ്ടിക്കാൻ സാധ്യതയുള്ളവയാണ് എന്നും അന്ന് ഈ ഭൂചലനം ഉണ്ടായ സമയത്ത് അധികൃതർ വ്യക്തമാക്കിയിരുന്നു. തറനിരപ്പിൽ നിന്ന് ഏറെ താഴെ സംഭവിക്കുന്ന ചലനങ്ങളെക്കാൾ ഊർജം ഇത്തരം ഷാലോ ഭൂചലനങ്ങൾ ഭൂനിരപ്പിൽ സൃഷ്ടിക്കും. ഇത് നാശനഷ്ടങ്ങൾക്ക് സാധാരണയായി സാധ്യതയുണ്ടാകും. ടിബറ്റിലെ ഈ ചലനത്തിൽ നാശനഷ്ടങ്ങളോ പരിക്കോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അധികൃതർ ടിബറ്റിലെ സാഹചര്യം പരിശോധിക്കുന്നുണ്ട്. തുടർ ചലനങ്ങൾ രേഖപ്പെടുത്തിയതായി റിപ്പോർട്ടുകളില്ല. ശക്തമായ ഭൂചലനങ്ങൾ പതിവായ ഇടമാണ് ടിബറ്റ്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ചലനങ്ങൾ ടിബറ്റിൽ അനുഭവപ്പെട്ടിരുന്നു. മെയ് 9 ഏതാണ്ട് ഒരു പ്രാദേശിക സമയം രാത്രി 8:18 3.7 തീവ്രതയുള്ള ചലനം ടിബറ്റിലുണ്ടായി. ഏപ്രിൽ 23 റിക്ടർ സ്കെയിലിൽ 3.9, 3.6 തീവ്രതയുള്ള ഭൂചലനങ്ങളും ടിബറ്റിലുണ്ടായി. ഭൂനിരപ്പിൽ നിന്ന് 10 കിലോമീറ്റർ താഴ്ചയിലായിരുന്നു ഈ 2 ചലനങ്ങളുടെ പ്രഭവ കേന്ദ്രം. ഇത്തരത്തിൽ ഭൂചലനങ്ങൾ അക്ഷരാർത്ഥത്തിൽ അത് നടക്കുന്നത് തന്നെയാണ്. പ്രത്യേകിച്ച് നേപ്പാളിനെ വലിയ രീതിയിൽ ബാധിക്കുന്ന, നേപ്പാളിനെ പിടിച്ചു കുലുക്കുന്ന എത്രയോ ഭൂചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട്.